ഹലോ ഗായ്സ്, അങ്ങനെ 3 ദിവസത്തെ സ്വിറ്റ്സർലൻഡിൻ്റെ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പാരീസിലെത്തി കേട്ടോ. നിങ്ങളിപ്പം വിചാരിക്കില്ലേ ഇതെന്തിനാണ് തിരിച്ച് പാരീസിൽ വന്നതെന്ന്? ആക്ച്വലി നമ്മുടെ ഫ്രണ്ട്സ് പാരീസിലുണ്ട്, അപ്പം നമ്മൾ അവരുടെ കൂടെ ആയിരുന്നു സ്റ്റേ ഒക്കെ. അപ്പോൾ തിരിച്ച് വന്നിട്ട് അവരുടെ കൂടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് യു കെയിലേക്ക് പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ. ഓക്കെ, അങ്ങനെ നമ്മൾ വന്നു. ഇനി 2 ദിവസം കൂടി ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അടിപൊളിയായിട്ട് റെഡിയായിട്ട് ഇറങ്ങി. ഇന്ന് നമ്മൾ പോകുന്നത് മറ്റേ മോണ്ട് മാർട്രെ അല്ലെങ്കിൽ മൊമാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇതൊരു ഒന്നൊന്നര വൈബാണ് കേട്ടോ. നമ്മൾ ഈ പാരീസിയൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു സ്ട്രീറ്റിൽ നിറയെ ആർട്ടിസ്റ്റുകൾ, എവിടെ തിരിഞ്ഞാലും പല രീതിയിലുള്ള ആർട്ടും ആർട്ടിസ്റ്റുകളും ആൻഡ് ഫുഡ്, എവിടെ തിരിഞ്ഞാലും ക്രെപ്പും അങ്ങനെയുള്ള ഫുഡുകൾ മാത്രമാണ് ഉള്ളത്. ആൻഡ് ആ ഒരു സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, വേറെ തന്നെയാണ്. ആൻഡ് അവിടുത്തെ ആ മൊമാർ പള്ളി, അതും ഒരു ഐക്കോണിക് പീസാണ്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പാരീസ് സിറ്റിയുടെ നല്ലൊരു വ്യൂ കിട്ടുമേ. അപ്പോൾ അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് നോട്രഡാം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചേർച്ചിലേക്കാണ്. ഇത് കുറച്ച് കാലം മുന്നേ എന്തോ ഒരു എക്സ്പ്ലോഷനോ ഫയറോ ഒക്കെ വന്ന് എന്തോ പ്രശ്നമായിട്ട് ഇപ്പോൾ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. പക്ഷേ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഈ ഒരു വലിയ മാസം കാര്യങ്ങൾ നടക്കുമായിരുന്നു. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് അതിൻ്റെ നെക്സ്റ്റായിട്ടൊരു സ്ട്രീറ്റ് ഉണ്ട്. അതും ഇതുപോലെ തന്നെ നിറയെ ക്യാഫേസാണ്, 2 സൈഡിലും ക്യാഫേസ്. പിന്നെ അതിൻ്റെ അവിടെ നമ്മുടെ ഹാരി പോട്ടറിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് ഷോപ്പുണ്ട്. നമ്മളവിടെ കയറുമെന്ന് വിചാരിച്ചു, പക്ഷേ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ എടുത്താലും അകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വൈകിട്ട് ഐഫലിലേക്കാണ് പോകുന്നത്.